ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം. വയോജനങ്ങൾക്ക് വേണ്ടി മാസ് ക്ലബ് മനക്കലപ്പടി സംഘടിപ്പിച്ച ഏകദിന വിനോദയാത്രയെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ എന്റെ ചാനലിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. നവംബർ 23 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് മനക്കലപ്പടി വായനശാല പരിസരത്ത് നിന്നും വിനോദയാത്രാ സംഘം പുറപ്പെട്ടു. ആലുവ മെട്രോ ട്രെയിൻ ടെർമിനൽ വരെ ബസ്സിൽ യാത്ര ചെയ്തു. നമ്മൾ ആലുവയില് മെട്രോ ട്രെയിനിലുള്ള യാത്രയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കുന്നു. അവിടെ നിന്നും തൃപ്പൂണിത്തുറ വരെ മെട്രോ ട്രെയിൻ യാത്ര. നമുക്ക് സ്പീഡ് അറിയില്ല. തുടർന്ന് ഹിൽ പാലസ് സന്ദർശനം. ഹിൽ പാലസ് മ്യൂസിയം മെട്രോയിൽ ഞങ്ങൾ യാത്ര ചെയ്തു. അത് വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും ബസ്സിൽ കൊച്ചി ഹൈക്കോടതി ജംഗ്ഷൻ വരെ യാത്ര. അപ്പൊ നമ്മുടെ വാട്ടർ മെട്രോയിലെത്തി. പിന്നീട് ജല മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്ര. കാണുന്നുണ്ട് അവിടെ. മട്ടാഞ്ചേരി ബീച്ചിൽ വിശ്രമം. We are living in Le Mans with a famous race. Is my wife. ശേഷം ജങ്കാർ ഫെറി കയറി വല്ലാർപാടത്തെത്തി. എല്ലാവരും കയറണം നോക്കാനാ. കുറെ ആള് വഴിയിലുണ്ട്. എല്ലാവരും വന്നാ. ഒരു ബസ്സാണ് വരാൻ പോണത്. ബസ് മാറിക്ക്. എല്ലാവരും നോക്ക്. അവിടെ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ കയറി ലുലു മാളിലേക്ക്. ടൂർ കോർഡിനേറ്റർമാർ സജീവൻ, അഡ്വക്കേറ്റ് VV നിതീഷ്, ശ്രീമാൻ MK മോഹനൻ. നമുക്കൊരുമിച്ച് ഈ വിനോദയാത്രയിൽ പങ്കുചേരാം. നമ്മളിങ്ങനെ ടൂർ സംഘടിപ്പിക്കുമ്പോ അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അതില് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ദിവസം സന്തോഷകരമാക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് മിസ്റ്റർ മോഹനൻ. നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. കേരളത്തിലെ എറണാകുളം പട്ടണത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പര്യവേഷണം ചെയ്യുന്നതിനായി ശനിയാഴ്ച നവംബർ 23, 2024 ഒരു ആവേശകരമായ യാത്ര ആരംഭിച്ചു. തൃശൂർ ജില്ലയിൽ കോണത്തുകുന്ന് മനക്കലപ്പടി ദേശത്തുള്ള മാസ് ക്ലബ് സംഘടിപ്പിച്ച 52 അംഗങ്ങളായിരുന്നു യാത്രയിൽ. യാത്ര സന്തോഷവും ചിരിയും ഒത്തുചേരലും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. മനക്കലപ്പടി എന്ന ശാന്തമായ ഗ്രാമത്തിൽ നിന്ന് അതിരാവിലെ എല്ലാവരെയും ആവേശഭരിതരാക്കി ഒരു സുഖപ്രദമായ ടൂറിസ്റ്റ് ബസ്സിൽ സംഘം പുറപ്പെട്ടു. പാട്ടുകൾ, കളികൾ, അംഗങ്ങൾക്കിടയിൽ ഉന്മേഷത്തോടെയുള്ള സംഭാഷണങ്ങൾ എന്നിവയുമായി യാത്ര നന്നേ സജീവമായിരുന്നു. മനോഹരമായ റോഡുകളിലൂടെ ബസ് കടന്നുപോകുമ്പോൾ ടീം ലഘുഭക്ഷണങ്ങളും കഥകളും പങ്കിട്ടു. സൗഹൃദത്തിന്റെ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയോടും പൂവിന്റെ ജന്മം കുറിച്ചു. ഒരുവരുമറിയാതെ വന്നു
മണ്ണിൽ ഒരു നിശാഗന്ധിയായി കണ്ടുറന്നു. കാലം നിമിഷ ചലതങ്ങളായി നൃത്തലോലം വലം വെച്ചു നിന്നോ, നൃത്തലോലം വലം വെച്ചു നിന്നോ. ആദ്യത്തെ പാട്ട് കേട്ടപ്പോ തന്നെ തുടങ്ങിയതാണ്. രണ്ടാമത് ഒരു പാട്ട് കൂടി നമുക്ക് കൊടുക്കും. നമ്മളുടെ മലയാളം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, നമ്മളുടെ അറിവ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ബുദ്ധിപരമായിട്ട് ഒരു മത്സരമാണ്. വിമല ചേച്ചി തുടങ്ങട്ടെ. മായി തുടങ്ങണ പേര് എത്ര പേര് പറയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. മഞ്ജു, മഞ്ജുഷ, മഞ്ജുള, മന്മഥൻ, മനോഹരി, മനീഷ, മനോജ്, മജീദ്, മന. 18 പേര് കൊടുക്കും. അപ്പൊ ഓരോ സീറ്റ് തമ്മിലെ മത്സരം കേട്ടോ. ഇതിനകത്ത് ബിന്ദുവും പങ്കെടുത്തിട്ടുണ്ട് സജീവമായിട്ട്. അടുത്തത് പ്രകാശനം. മനു, മനോജ്, മധുരിമ, മനോഹരൻ, മാധവി, മാധവൻ, മുരുകൻ, മോക്ഷ, മോഹിനി, മഞ്ജു, മഞ്ജുള, മഞ്ജിമ, മാനസ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കളമൃദോസ്മിതം ശരീരമാകനം കളപകോരം ജീവാകനം. നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിലെ ഓരക്കൺമുയൽ നീലക്കുരുത്തിലെ നീപ്പരത്ത് നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനം അഞ്ചത്തേലത്തിലെ ചെല്ലവുമായി താന് വലിഞ്ഞു കയറി തുരുത്തിലെങ്ങു പതുങ്ങിയല്ലോ. പാരക്കൊളുക്കുമ്പോഴാ തിളക്കും നെറ്റിലത്തിലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം ഭാവി. മാറി ആമക്കുറമ്പരമ്പ് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വരിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരോ ജലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയ്ക്കും വെറ്റിലയിട്ടവരാ കുഞ്ഞിളം വാവ് കഥ കേട്ട് മെല്ലെ വീട്ട് മാറി ചൂടേറ്റ് ഉറങ്ങ പൊന്നെ തളരാതെ ഓമൽ തിരിയോടെ കുട്ടി കളിയാടി വളരെ വളരെ വളരെ. മാസ് ക്ലബ് മനക്കലപ്പടി സംഘടിപ്പിച്ച എറണാകുളം ടൂറിന്റെ ഭാഗമായി 52 വിനോദസഞ്ചാരികൾ ആലുവ മെട്രോ ടെർമിനൽ സ്റ്റേഷനിൽ കാലത്ത് 9 മണിക്ക് ഞങ്ങൾ എത്തിച്ചേർന്ന ശേഷം കേരളത്തിലെ ഗതാഗത വിസ്മയങ്ങളിലൊന്നായ കൊച്ചി മെട്രോയിലെ ഒരു വേറിട്ട അനുഭവത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ തയ്യാറെടുത്തു. കൊച്ചി മെട്രോയുടെ ബ്ലൂ ലൈൻ ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ വ്യാപിച്ചു കിടക്കുന്ന 25 സ്റ്റേഷനുകൾ തിരക്കേറിയ എറണാകുളത്തിലൂടെ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നു.
മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയേക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മെട്രോയില് തൃപ്പൂണിത്തുറയ്ക്കാണ് യാത്ര. അപ്പൊ എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പാണ്. ബസ്സിലെ യാത്ര കഴിഞ്ഞു ആലുവ ടെർമിനലിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നിന്നും ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ ഗോവണി ഉപയോഗിച്ച് മുകളിലേക്ക് കയറണം. ആദ്യമായി എസ്കലേറ്ററിൽ കയറുന്ന സംഘാംഗങ്ങൾക്കും വയോധികർക്കും അല്പം തുടക്കം ബുദ്ധിമുട്ടായെങ്കിലും പ്രയാസമില്ലാതെ എല്ലാവരും മുകളിലെത്തി. ടിക്കറ്റ് എത്ര ആൾക്ക് എടുക്കുന്നുണ്ട്? മെട്രോ ട്രിപ്പിന്റെ ഭാഗമായിട്ട് യാത്ര തുടങ്ങുന്നതിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. എല്ലാവർക്കും പ്രായമുണ്ട്. 10 നോർമൽ റേറ്റ് 60 രൂപയാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 51 രൂപ ഉള്ളതുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് ഒരാൾക്ക്. യാത്രാ സംഘം തിരഞ്ഞെടുത്ത ഗ്രൂപ്പ് ടിക്കറ്റുകൾ കാരണം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് സൗകര്യപ്രദമായി വാങ്ങി യാത്ര സുഗമവും തടസ്സരഹിതവുമാക്കി. ലഗേജുമായി വരുന്ന യാത്രക്കാർ നിർബന്ധമായും സ്കാനിങ്ങിന് വിധേയരാവേണ്ടതുണ്ട്. അതിനുശേഷം ടിക്കറ്റ് സ്കാനറിൽ സ്വൈപ്പ് ചെയ്ത് അകത്തേക്ക് കടക്കാം. ഈ ലൈനിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 10 രൂപ മുതൽ 60 രൂപ വരെയാണ്. എല്ലാവർക്കും സാമ്പത്തികവും എന്നാൽ കാര്യക്ഷമമായ യാത്രാ ഓപ്ഷൻ കൊച്ചി മെട്രോ ഉറപ്പാക്കുന്നു. മെട്രോ ട്രെയിൻ യാത്ര കഴിഞ്ഞു മടങ്ങുന്ന യാത്രികർ അവർ ഉപയോഗിച്ച ടിക്കറ്റുകൾ വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കണം. അതിനുശേഷം അവർ പുറത്തേക്ക് കടക്കണം. സംഘത്തിന് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥ കവാടത്തിൽ നിന്ന് ഞങ്ങളെ അകത്തേക്ക് ഓരോരുത്തരായി കടത്തിവിടുന്നു. ഏകദേശം കാലത്ത് 9:40 ആലുവ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ മെട്രോയിൽ കയറി. യാത്ര എല്ലാവർക്കും ആനന്ദകരമായ അനുഭവമായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകൾ, വൃത്തിയുള്ള പരിസരം, പനോരമിക് സിറ്റി കാഴ്ചകൾ
എന്നിവയുള്ള മെട്രോ സുഖകരവും ആസ്വാദ്യകരവുമായ യാത്ര പ്രദാനം ചെയ്തു. വിവിധ സ്റ്റേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ എറണാകുളത്തിന്റെ ഊർജ്ജസ്വലമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ട്രെയിൻ ഞങ്ങൾക്ക് നൽകി. ഹലോ ഹലോ അത്രേ ഉള്ളൂ അല്ലേ? അത് 60 സീനിയർ സിറ്റിസന്റെ. അതെ, ഈ പുറം രാജ്യങ്ങളില് 60 വയസ്സായി കഴിഞ്ഞാൽ പൈസ വേണ്ട. ട്രാൻസ്പോർട്ടേഷൻ എവിടെയും ഫ്രീ കൊണ്ടുപോകും. നമ്മള് ഇവിടെ പൈസ കൊടുക്കണോ? അപ്പൊ അതിനെപ്പറ്റി തന്നെ അന്വേഷിക്കണം. 80 കഴിഞ്ഞോ? അപ്പൊ നമ്മൾ തന്നെ ഒരേ വയസ്സ്. കോളേജില്, മഹാരാജ കോളേജില്. പ്രഷർ കൂടുതലാ. യെസ്, അതിന് വേണ്ടത്. നമ്മ ആരും അതിനാണ് ഇവരെ കൊണ്ടുവന്ന്. ഞങ്ങള് ഈ യാത്രാ തന്നെ ഇവരൊക്കെ ബലം പിടിച്ചിരിക്കുന്നവരാണ് ഞങ്ങളുടെ നാട്ടില്. കണ്ടു കഴിഞ്ഞാൽ മിണ്ടില്ല, അങ്ങനെ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാ ഞങ്ങള്. മെട്രോ ട്രെയിനിലെ ഞങ്ങളുടെ യാത്രക്കിടയിൽ സഹയാത്രികരായ ആളുകളുമായി ഞങ്ങൾ സംവാദം നടത്തി. അവരുമായി പരിചയപ്പെട്ടു. അവരുമായി സ്നേഹ സന്ദേശങ്ങൾ പങ്കുവച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു വ്യക്തി ഞങ്ങളുമായി സ്നേഹത്തോടെ സംസാരിച്ചു. നമ്മുടെ ക്ലബിനെ കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചും അദ്ദേഹവുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തി. അടുത്ത സ്റ്റേഷനിൽ അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ചെറിയൊരു നൊമ്പരം അവശേഷിപ്പിച്ചു. ഒരു ടൂർ പ്രോഗ്രാമാണ് മനക്കലപ്പടി മാസ് ക്ലബ്. അതിന്റെ പ്രസിഡന്റാണ് നിൽക്കുന്നത്, മിസ്റ്റർ മോഹനൻ. നിങ്ങൾ ഇവിടെ ഇരിക്കണോ? ഞങ്ങൾ മിസ്സാവട്ടെ. നിങ്ങൾ ഇരിക്കണോ? അടുത്തിരുന്നാ മതിയാ. എന്റെ പേര് അരുൺ. ഏത് ഹോസ്പിറ്റൽ? യൂറോളജി സ്പെഷ്യലിസ്റ്റ്. കൃഷ്ണമൂർത്തി അവിടെയല്ലേ? അറിയില്ല. രജിസ്ട്രേഷൻ പോകാം. അപ്പോ മിസ്റ്റർ പ്രകാശ്, എന്താണ് പരിപാടി നിങ്ങളുടെ ഇവിടെ? 53 പേരാണ് ഇങ്ങനെ ടൂറുമായിട്ട് വന്നേക്കുന്നത്, കൊച്ചി മൊത്തം കറങ്ങാനായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങള് മെട്രോയില്, ട്രെയിനില് ഒരുപാട് പേര് മെട്രോ ട്രെയിനിൽ അതുവരെ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ അതിന്റെ സൗകര്യമായി കൊടുത്തിട്ടുള്ള ഒരു യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാടക നടൻ. അതെ. എന്താ പേരെന്ന് പറഞ്ഞു? ഹരിലാൽ മനക്കലപ്പടി. ക്ലബിന്റെ ഒരു ഫസ്റ്റ് നടക്കാം. എൻജോയ് ചെയ്യുന്നുണ്ടോ എല്ലാവരും? റെഡി? എങ്ങനെയുണ്ട് നിങ്ങളുടെ ടൂറ്? അടിപൊളി. നിങ്ങളുടെ ഭാര്യയായിട്ട് ആദ്യമായിട്ടുണ്ടോ മെട്രോയിൽ കയറുന്നത്? ഭാര്യ ആദ്യം, നിങ്ങളോ? ആദ്യമല്ല. അപ്പോ അഡ്വക്കേറ്റ് മാഡം, എന്താണ് നിങ്ങളുടെ പരിപാടി? മെട്രോ യാത്ര ഇഷ്ടമായ എല്ലാവർക്കും? എല്ലാവരും ഇവിടെ പിന്നെ നമ്മ ചോദിച്ചാലേ, നേരത്തെ ചോദിച്ചില്ല. അവര് നമ്മളുടെ സംസാരം കണ്ട് എൻജോയ് ചെയ്തിരിക്കുക അല്ലേ? ശരിയല്ലേ? എന്താ പേര്? ഓ, മീര. എവിടെ വർക്ക് ചെയ്യണ്? ഹോസ്പിറ്റലിൽ. തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനിൽ എത്തി. മെട്രോ യാത്ര ഞങ്ങളുടെ സമയം ലാഭിക്കുക മാത്രമല്ല,
നഗരത്തിന്റെ സവിശേഷമായ ഒരു വീക്ഷണം ആസ്വദിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ദിവസത്തിന്റെ അവിസ്മരണീയമായ ഭാഗമാക്കി മാറ്റി. കൊച്ചി മെട്രോയുടെ സൗകര്യവും ആധുനികതയും ഞങ്ങളുടെ എല്ലാവരിലും ശാശ്വതമായ ഒരു മതിപ്പ് അവശേഷിപ്പിച്ചു. ഞങ്ങളുടെ യാത്രയുടെ ബാക്കി ഭാഗത്തിന് അനുയോജ്യമായ ഒരു ടോൺ സജ്ജമാക്കി. മെട്രോ ട്രെയിനിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ സംഘം മറ്റൊരു സ്ഥലം കാണാൻ പോകാനായി തയ്യാറെടുക്കുകയാണ്. ദിനേന മെട്രോ ട്രെയിൻ സ്റ്റേഷനിലേക്ക് സുഗമമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. യാത്രക്കാർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ഒരു ലക്ഷ്യത്തോടെ അവർ നഗരത്തിലേക്ക് നടന്നു നീങ്ങുന്നു. യാത്രാ സംഘം സന്തോഷത്തോടെ മെട്രോ യാത്ര പൂർത്തിയാക്കി. അവർ ഓരോരുത്തരായി ആഹ്ലാദത്തോടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മെട്രോ ട്രെയിൻ ടെർമിനലിന്റെ പ്രവേശന കവാടത്തിൽ ഞങ്ങൾ ഒരു എക്സിബിഷൻ സെന്റർ കണ്ടു. കേരള പൈതൃക നൃത്തത്തിന്റെ വിവിധ രൂപത്തിലുള്ള പ്രതിമകൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. എക്സിബിഷനിലെ കാഴ്ചകൾ നെഞ്ചിലേറ്റി സന്തോഷത്തോടെ യാത്രാസംഘം മുന്നോട്ടു നീങ്ങി. ഗോവണി വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ ഉൾപ്പെടുന്ന പുതിയ പദ്ധതികളോടെ ഒരു ദിവസത്തെ അടുത്ത സാഹസികതയിലേക്ക് അവർ നീങ്ങി. അവിടെ എല്ലാവരും ബസ്സിനെ നോക്കി നിൽക്കുക. അവിടെ ബസ് വന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനിൽ എത്തിയ ശേഷം ഞങ്ങളുടെ സംഘം കേരളത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ളതും സാംസ്കാരിക സമ്പന്നവുമായ നാഴികക്കല്ലുകളിലൊന്നായ ഹിൽ പാലസ് ആർക്കിയോളജിക്കൽ മ്യൂസിയം സന്ദർശിക്കാൻ ബസ്സിൽ കയറി. ഹിൽ പാലസ് മ്യൂസിയം തൃപ്പൂണിത്തുറയ്ക്ക് കിഴക്ക് ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്ത് നിന്നും 12 കിലോമീറ്റർ തെക്കുകിഴക്കായി തൃപ്പൂണിത്തുറയിലാണ് ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കുള്ള ബസ് യാത്രാ സമയം ഏകദേശം 1 മണിക്കൂറാണ്. പറയുകയാണെങ്കിൽ നന്നായിരിക്കും. എൻജോയ് ചെയ്തോ? ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. പറയും, എങ്ങനെയുണ്ടായി നിങ്ങളുടെ ടൂറിന്റെ യാത്ര ഇന്നത്തെ? ഞങ്ങളുടെ യാത്രാ സംഘം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കനകക്കൊട്ടാരം കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓ ഓ ഓ ഓ ഹിൽ പാലസ് മ്യൂസിയം കവാടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇനി അതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയമാവലി, അതിന്റെ ഫീസ്, അതിനെപ്പറ്റിയുള്ള ഒരു വിവരണമാണ്. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പോകാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പം അത് നോക്കിക്കോ, എത്രയാണ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങളിപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ്. കണ്ടമാനം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് ബസ്സുകളിലായിട്ടൊക്കെ. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കുണ്ട് ഇവിടെ. ഭയങ്കര കണ്ടമാനം കളിക്കാനുള്ള എക്യുപ്മെൻറ്റുകളുണ്ട് ഇവിടെ. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന ആളുകൾ ഒക്കെ അവിടെ ഫുഡും കഴിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ബസ്സിൽ നിന്ന്. നമ്മുടെ യാത്രാസംഘം ആകാംക്ഷയോടെ കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് കാഴ്ചകൾക്കായി പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യസ്ഥാനം പ്രദേശത്തിന്റെ രാജകീയ പൈതൃകത്തിലേക്കും പുരാതന ചരിത്രത്തിലേക്കും ആഴത്തിലുള്ള ഒരു മുങ്ങൽ വാഗ്ദാനം ചെയ്തു. ഗ്രൂപ്പിലെ എല്ലാവരിലും ആവേശം പ്രകടമായിരുന്നു.
ഹിൽ പാലസ് കേരളത്തിലെ കൊച്ചിക്കടുത്തുള്ള തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഭീരമായ ഒരു കൊട്ടാര സമുച്ചയമാണ്. കൊച്ചി രാജ്യത്തിന്റെ ഭരണാധികാരികൾ 1865 പണികഴിപ്പിച്ച ഇത് കൊച്ചി രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ചു. ശാന്തമായ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ സമുച്ചയം പച്ചപ്പുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കൂടാതെ ചുറ്റുപാടുകളുടെ അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. 54 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഹിൽ പാലസ് പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ യൂറോപ്യൻ രൂപകൽപ്പനയുടെ ഘടകങ്ങൾ കൂട്ടിച്ചേർന്ന് നിർമ്മിച്ച 49 കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്നു. റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ, ഓഫീസുകൾ, ഒരു രാജകീയ കോടതി മുറി, മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പൂന്തോട്ടങ്ങൾ എന്നിവ ഈ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. രാജകീയ ജീവിതശൈലിയുടെ ഐശ്വര്യം പ്രകടമാക്കുന്ന കുളങ്ങൾ, ജലധാരകൾ, കാലിത്തൊഴുത്തുകൾ എന്നിവയും കൊട്ടാരത്തിലുണ്ട്. ഈ കാണുന്ന കുളത്തിലാണ് പണ്ടുകാലത്ത് രാജാക്കന്മാരും കുടുംബവും കുളിച്ചിരുന്നത്. 1980 കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റി. ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പാണ് പരിപാലിക്കുന്നത്. ഹിൽ പാലസ് ആർക്കിയോളജിക്കൽ മ്യൂസിയം 1986 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അതിൽ പുരാവസ്തുക്കളുടെ വിപുലമായ ശേഖരം ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു വലിയൊരു തിരക്കാണ്. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചി മഹാരാജാവിന്റെ രാജസദസ്സിലെ ഫർണിച്ചറാണിത്. കൊച്ചി രാജകുടുംബത്തിന്റെ കിരീടം, ആഭരണങ്ങൾ, ആചാരപരമായ വസ്ത്രങ്ങൾ തുടങ്ങിയ രാജകീയ പുരാവസ്തുക്കൾ, പുരാതന നാണയങ്ങൾ, റോമൻ നാണയങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ സമ്പന്നമായ വ്യാപാര ചരിത്രം ഉയർത്തിക്കാട്ടുന്നു. പെയിന്റിങ്ങുകൾ, വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, മൺപാത്രങ്ങൾ, രാജകീയ സൈന്യം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും, പുരാതന ഫർണിച്ചറുകൾ, രാജകുടുംബങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം. ഏറ്റവും ആകർഷകമായ പ്രദർശനങ്ങളിൽ ഒന്നാണ് വിലയേറിയ കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം. കൊച്ചി മഹാരാജാവിന്റെ സിംഹാസനം, അധികാരത്തിന്റെയും അന്തസ്സിന്റെയും ഈ ചിഹ്നങ്ങൾ പഴയ കാലഘട്ടത്തിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഹിൽ പാലസ് സിനിമാ നിർമ്മാക്കളുടെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ്. കൂടാതെ നിരവധി മലയാള സിനിമകളിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലെ സാംസ്കാരിക ഐക്കൺ ആക്കി മാറ്റുന്നു. അതിൻ്റെ രാജകീയമായ അന്തരീക്ഷവും ചരിത്രപരമായ പ്രാധാന്യവും വിനോദസഞ്ചാരികൾക്കും ചരിത്ര പ്രേമികൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നു. ഹിൽ പാലസ് സന്ദർശിക്കുന്നതിലൂടെ കൊച്ചി രാജകുടുംബത്തിന്റെ മഹത്വത്തിലേക്കും പരിഷ്കൃതതയിലേക്കും ഒരു നേർക്കാഴ്ച വാഗ്ദാനം ചെയ്യുന്നത് പോലെയാണ്. കൊട്ടാര സമുച്ചയത്തിന്റെ സങ്കീർണമായ കരകൗശല വൈദഗ്ധ്യം, വിലമതിക്കാനാകാത്ത പുരാവസ്തുക്കൾ, ശാന്തമായ സൗന്ദര്യം എന്നിവയിൽ വിസ്മയിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘം ഈ ചരിത്രനിധിയെ ആകാംക്ഷയോടെ പരിവേഷണം ചെയ്തു. കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തോടുള്ള ഞങ്ങളുടെ വിലമതിപ്പ് വർദ്ധിച്ച ഒരു സമ്പന്നമായ അനുഭവമായിരുന്നു അത്. ഹിൽ പാലസ് സന്ദർശിക്കുന്നത് കൊച്ചി രാജകുടുംബത്തിന്റെ മഹത്വത്തിലേക്കും പരിഷ്കൃതതയിലേക്കും ഒരു നേർക്കാഴ്ച വാഗ്ദാനം ചെയ്യുന്നത് പോലെയാണ്. കനകക്കുന്ന് കൊട്ടാരത്തിലെ സന്ദർശനത്തിന് ശേഷം ഞങ്ങളുടെ വാഹനം അടുത്ത ലക്ഷ്യത്തിലേക്ക് പതുക്കെ നീങ്ങി. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയത്? അപ്പൊ ഇനി ഇവിടെ നമ്മുടെ വാട്ടർ മെട്രോയിലാണ് ഞങ്ങളുടെ യാത്ര. ഒരു ദിവസ വിനോദസഞ്ചാര യാത്രയിലെ ബാക്കി യാത്രാവിശേഷങ്ങൾ രണ്ടാം ഭാഗത്തിൽ തുടരുന്നതാണ്. മെട്രോ ബോട്ട് യാത്രയും മട്ടാഞ്ചേരി ബീച്ചും ജങ്കാർ ഫെറി കടന്നുള്ള യാത്രയും ലുലുമാളിലെ അല്പം വിശേഷങ്ങളും തുടരുന്നതാണ്. അടുത്ത ഭാഗം, രണ്ടാം ഭാഗം തീർച്ചയായും കാണാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ലൈക്ക് ചെയ്യാനും അഭിപ്രായം എഴുതാനും മടിക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.